നമസ്കാരം. ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാമഠം. തുലാമാസം വരികയാണ്. 2025 ഒക്ടോബർ 18 തുലാമാസം 1 തുടങ്ങുകയാണ്. തുലാമാസം 1 എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ശബരിമലയ്ക്ക് പോകുന്നത് ദീപാവലിയോട് അടുപ്പിച്ച് ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. ദീപാവലി 20 ആണല്ലോ. ഒക്ടോബർ 18 വേറൊരു പ്രത്യേകതയുണ്ട്. വ്യാഴം സ്വന്തം ഇഷ്ടഗ്രഹമായ കർക്കിടക രാശിയിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. തുലാമാസം 1 കഴിഞ്ഞാൽ നമ്മുടെ ഓരോ രാശിക്കാർക്കും വരുന്ന ഫലങ്ങൾ. തുലാമാസം എന്ന് പറയുമ്പോൾ ആദ്യത്തിന് ബലമില്ലാത്ത സമയമാണ്. തുലാം 10 വരെ ആദ്യത്തിന് ബലമില്ല. തുലാം 1 തുടങ്ങി 10 വരെ ആദ്യത്തിനും എന്ന് പറഞ്ഞാൽ ആത്മകാരകനായ ആദ്യത്തിന് ബലമില്ലെങ്കിൽ നമുക്ക് മനസ്സിന് വിഷമങ്ങൾ, സന്തോഷമില്ലായ്മ, സങ്കടം ഇതൊക്കെ വരും. ആത്മബലമുണ്ടെങ്കിൽ എന്ത് കാര്യം നടക്കും. ആത്മകാരകന ആദിത്യനും മനക്കാരന ചന്ദ്രനും നല്ല രീതിയിൽ നിന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഉയരാൻ സാധിക്കുള്ളൂ. അപ്പോൾ തുലാമാസം 1 എന്ന് പറയുമ്പോൾ ആത്മകാരകനായ ആദിത്യന് നീചരാശിയാണ് വരുന്നത്. ആ സമയത്ത് ആദിത്യനൊട്ടും ബലമില്ല. അപ്പം ഇങ്ങനെ ഈ മാസത്തിൽ തുലാമാസത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, മഹാദേവന് ഭഗവാനെ എല്ലാ ശനിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം കണക്കാക്കി നെയ്വിളക്ക്, ധാര, ശംഖാഭിഷേകം ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം. നെയ്വിളക്ക്, ശംഖാഭിഷേകം അല്ലെങ്കിൽ ധാര, ശംഖാഭിഷേകം ഭഗവാൻ ചെയ്താൽ ഈ തുലാമാസം 10 തുലാമാസത്തിൽ ജനിച്ചവർക്ക് ആത്മവീര്യം ഉയരാൻ ഏറ്റവും നല്ലതാണ്. തുലാം 10 കഴിഞ്ഞാൽ പിന്നെ സാരില്ല, നമുക്ക് വലിയ വിഷയമില്ല. തുലാമാസം 10 തുലാ 10 കഴിഞ്ഞാൽ മരപ്പത്തിൽ മൊഴിക്കാതൊക്കെ പഴയ കാലത്ത് പറയും. കാരണം തുലാ 10 ഒരു ആത്മബലമില്ല. ആത്മബലം കൂട്ടാനായിട്ട് മഹാദേവന് ധാര ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ആത്മബലമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ആത്മവീര്യം, ആത്മബലം. അതോടുകൂടി മനോബലമാണ്. തുലാമാസത്തിലെ കറുത്തവാവിന് ജനിക്കുന്നവർക്ക് ആത്മബലം ഉണ്ടാവില്ല, മനോബലം ഉണ്ടാവില്ല. പിന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി, വ്യാഴക്ഷേത്രം നിൽക്കുകയോ വ്യാഴത്തിൽ യോഗം ചെയ്ത് നിൽക്കുകയോ വ്യാഴ ദൃഷ്ടിയിൽപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ദോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ തുലാമാസത്തിൽ മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മേടം രാശിയിൽ ജനിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദത്തിൽപ്പെട്ടവരാണ് മേടം രാശിയിൽ ജനിക്കുന്നവർ. ഈ നക്ഷത്രക്കാർക്ക് തുലാമാസം 1 തുടങ്ങി തുലാമാസം 30 വരെ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം. അവരുടെ 7ാം ഭാവത്താണ് സൂര്യൻ വരുന്നത്. ഇപ്പം ഭർത്താവിന് ബുദ്ധിമുട്ടുകളോ സ്വരച്ചേർച്ചക്കുറവോ ചെറിയ ചെറിയ കലഹങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത്, മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും ഈ 4 വെള്ളിയാഴ്ചകളും ഉണ്ടാവുക സാധാരണ മാസത്തിൽ വെള്ളിയാഴ്ചകളും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതേപോലെ തന്നെ വയറ് സംബന്ധമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധിക്കും. ഗ്യാസ് ട്രബിൾ അങ്ങനത്തെ ചില വരാം. മഹാദേവന് ധാര കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറുന്നതാണ്. മഹാദേവന് ദൈവവിളക്ക് ധാര കഴിക്കുക, യും നമശിവായ അല്ലെങ്കിൽ ശ്രീം നമശിവായ ചൊല്ലുക. ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ മാർഗതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദത്തിലുള്ളവർക്ക് വ്യാഴം 18 തുടങ്ങി കർക്കിടക രാശിയിലേക്ക് വരുന്നതുകൊണ്ട് ധനസംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ട്. വ്യാഴം 3 നിന്നും 4 വരികയാണ്. അപ്പോൾ ധനസംബന്ധമായ പ്രതിബന്ധികൾക്ക് ഒരു പരിഹാരമുണ്ടാവും. ധനം വന്നാൽ പിന്നെ പ്രശ്നങ്ങൾക്ക് ഒരുവിധം സമാധാനമുണ്ട്. ഇനി 2ാമത്തെ രാശിയായിരിക്കുന്ന ഇടവൻ രാശി, ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കാർത്തിക അവസാന ഭാഗം, രോഹിണി, മകീരം ആദ്യ ഭാഗം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദിത്യൻ 6ലാണ്, വലിയ വിഷയമില്ല. ശത്രുക്കൾക്ക് ബലം കുറയും. അപ്പോൾ വ്യാഴമാണെങ്കിൽ വ്യാഴം 3 വ്യാഴത്തിന് 7ാം ഭാവത്തേക്ക് ദൃഷ്ടിയുണ്ട്. എങ്കിലും വ്യാഴപ്രീതിയാണ് ഇവർ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. വ്യാഴത്തിന് കൃഷ്ണൻ്റെയോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ എല്ലാ വ്യാഴാഴ്ചയും വ്യാഴഹോര, ഒരു ദിവസത്തെ ഹോര എന്ന് പറയുമ്പോൾ ആ ദിവസത്തെ ഉദയം തുടങ്ങി 1 മണിക്കൂറാണ് ഹോര. വ്യാഴാഴ്ച ദിവസങ്ങളിൽ 6നും 7നും ഇടയ്ക്ക് പോയി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, തൃക്കൈവെണ്ണ, അതുപോലെ തന്നെ
നെയ് വിളക്ക് ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനമുണ്ടാകും. അടുത്ത രാശിയായിരിക്കുന്ന മിഥുനൻ രാശി. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള 5-ലാണ് സൂര്യൻ വരുന്നത്. മക്കളെ കൊണ്ട് ടെൻഷൻ, മക്കൾക്ക് പറഞ്ഞാൽ കേൾക്കില്ല, മക്കൾക്കത് ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെ മനസ്സിനെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. മനസ്സിന് ആവശ്യമില്ലാത്ത ചിന്തകൾ വന്ന് എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന് പരിഹാരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. യോഗ മെഡിറ്റേഷൻ നമ്മളൊരു മനുഷ്യൻ അത്യാവശ്യമായിട്ട് ചെയ്യണം. ശരീരത്തിന് വ്യായാമം വളരെ കുറഞ്ഞ കാലഘട്ടമാണിപ്പോൾ. നമുക്ക് വലിയ അധ്വാനങ്ങളൊന്നുമില്ല. അപ്പോൾ യോഗ ചെയ്യണം. അതുപോലെ മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനം ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ മനസ്സിനൊരു ധൈര്യം വരും. ഇവർക്ക് വ്യാഴം അനുകൂലമാണ്. വ്യാഴം 2-ലാണ്, സമാധാനമുണ്ട്. പക്ഷേ മക്കളെ കൊണ്ട് പ്രശ്നം വരാതിരിക്കാൻ, ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ലളിതാ സഹസ്രനാമത്തിൽ 134-ാം ശ്ലോകം രാജരാജേശ്വരി രാജധാനി രാജ്യവല്ലഭി ആ 2 വരി സൂര്യഭഗവാനെ നോക്കി 108 പ്രാവശ്യം ജപിച്ചാൽ മക്കൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നതാണ്. അതുപോലെ സദാസമയം നാരായണ ജപിച്ചുകൊണ്ട് നടന്നാലും മാറ്റം വരും. പിന്നെ ശിവായ നമശിവായ, പ്രകൃതിയെ നോക്കി നമശിവായ എന്ന് ചൊല്ലുക. രാവിലെ പ്രകൃതിയെ നോക്കി നമശിവായ ചൊല്ലുക. മഹാദേവനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിച്ച് ഓം നമശിവായ ചൊല്ലിയാൽ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു സമാധാനം ഉണ്ടാകുന്നു. മനപ്രയാസത്തിന് ശാശ്വതമായ ഒരു പരിഹാരമായിരിക്കും. അതേപോലെ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച തോറും ശിവന് ശംഖാഭിഷേകമോ ധാരയോ നെയ്വിളക്കോ കൂടി ചെയ്താൽ വളരെ ഉത്തമമായിരിക്കും. കർക്കിടക രാശിയാണ് അടുത്തത്. കർക്കിടക രാശി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വ്യാഴം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്, 2 ശുക്രനുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ കുടുംബത്തിൽ അമ്മയ്ക്ക്, മാതാവിന് വാഹനത്തിനൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആദിത്യൻ നീചത്തിലായതുകൊണ്ട് മാതാവ് വാഹനം ഇത് വളരെ ശ്രദ്ധിക്കുക. വാഹനത്തിൽ കയറുമ്പോഴും എപ്പോഴും ശ്രീരാമ ജയ് രാമ ജയ് രാമ അല്ലെങ്കിൽ രാമ ജപിക്കുക. ഹനുമാൻ സ്വാമി ജപിച്ചിട്ട് വാഹനത്തിൽ കയറിയാൽ യാതൊരു അപകടവും ഉണ്ടാവില്ല. എപ്പോഴും ഹനുമാൻ സ്വാമി ധ്യാനിച്ചിട്ട് മാത്രമേ വാഹനത്തിൽ കയറാം. അതാണ് ശ്രീരാമ ജയ് രാമ എന്ന് ചൊല്ലിയിട്ട് വേണം വാഹനത്തിൽ കയറാനും ഇറങ്ങാനായിട്ടും. ഇറങ്ങുമ്പോൾ അപകടം വരാമല്ലോ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ മാതാവിൻ്റെ പേരിൽ മാതാവിനോട് കൊണ്ട് സ്നേഹം കാണിക്കുക. മാതാവിൻ്റെ പേരിൽ ധാര കഴിക്കുക. ശനിയാഴ്ച തോറും അമ്മയുടെ പേരിൽ ധാര കഴിക്കുക. വാഹനങ്ങൾ ശ്രദ്ധിക്കുക. വാഹനത്തിൻ്റെ വാഹനം ചെക്ക് ചെയ്തിട്ട് ഇറങ്ങാവൂ. ടയറ് അതിന് കാറ്റുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വാഹനത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാവോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ബ്രേക്കൊക്കെ നോക്കിയിട്ട് ഇറങ്ങാവൂ. ഈ ഒരു മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത രാശിയായിരിക്കുന്ന മകം രാശിയാണ്. അതായത് ചിങ്ങക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകീരം അവസാനം, തിരുവാതിര, പുണർദം ആദ്യം. ഇവരാണ് ശ്രദ്ധിക്കണം. കർക്കിടകത്തിൽ വരുന്ന രാശിക്കാരാണ് പുണർദം അവസാനം, പൂയം, ആയില്യം. ഇവർ ഈ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം ആദ്യം. ഈ രാശിക്കാർക്ക് ധനപരമായിട്ടൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കാരണം 12-ലാണ് വ്യാഴം. ആവശ്യമില്ലാത്ത ചിലവുകൾ വരിക, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ വ്യാഴപ്രീതി അത്യാവശ്യമാണ്. എല്ലാ വ്യാഴാഴ്ചയും വ്യാഴഹൊരയിൽ വിഷ്ണു ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലത്തിൽ പോയി തുളസിമാല, നെയ്വിളക്ക് 4 പ്രദക്ഷിണം വയ്ക്കുക. ഓം നമോ നാരായണായ ചൊല്ലി പ്രദക്ഷിണം വയ്ക്കുക. രാവിലെയും വൈകുന്നേരവും 108 പ്രാവശ്യം നമശിവായ നാരായണൻ ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാവും. അവരെ സംബന്ധിച്ച് 3-ലാണ് ആദിത്യൻ. വലിയ വിഷയമൊന്നുമില്ല. കൂട്ടുകാരാൽ ചതിക്കപ്പെടരുത്. സഹോദരന്മാർക്ക് അസുഖം വരാം. കൂട്ടുകാർ ചതിക്കപ്പെടാം, സഹോദരന്മാർക്ക് അസുഖങ്ങൾ വരാം. അപ്പോൾ കീഴ് സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ശനിയാഴ്ച തോറും മഹാദേവന്, ശിവന് ശംഖാഭിഷേകമോ ധാരയോ നെയ്വിളക്കോ ചെയ്താൽ വളരെ നന്നായിരിക്കും. അടുത്ത രാശിയാണ് കന്നിരാശി. ഉത്രം അവസാനം, അത്തം, ചിത്തിര ആദ്യം. ഈ കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം അനുകൂലമായിട്ടാണ്. 18-ാം തീയതി വ്യാഴം അനുകൂലമാണ്. എങ്കിലും ഇവരെ സംബന്ധിച്ച് 2-ാം ഭാവത്താണ് ആദിത്യൻ. സംസാരം കൊണ്ട്, അതായത് വാക്കുകൾ സൂക്ഷിക്കുക. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് വെറുപ്പ് വരാനും ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട്. വാക്കുകൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം പറയാൻ. ആദിത്യനാണെന്ന് ഓർമ്മ വേണം, നീചത്തിലാണെന്ന് ഓർമ്മ വേണം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സരസ്വതി പ്രസാദം രാവിലെ ദിവസവും ഓം സം സരസ്വതി നമ എന്ന് നമുക്ക് എപ്പോഴും ചൊല്ലുക. സരസ്വതി നാമം ചൊല്ലുക, സരസ്വതിയെ പ്രാർത്ഥിക്കുക, ഗണപതിയെ പ്രാർത്ഥിക്കുക, നമശിവായ ചൊല്ലുക. പ്രപഞ്ചത്തിലേക്ക് നോക്കി, പ്രകൃതിയിലേക്ക് നോക്കിയത് രാവിലെ ഉദയത്തിന് മുമ്പായിട്ട് ഓം നമശിവായ ഒരു 21 പ്രാവശ്യം ജപിക്കുക. മഹാദേവനെ പാർവതി ജപിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ. ഇത്ര ചെയ്ത് നാക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കാൻ പറ്റും നമുക്ക്.
പിന്നെ നമുക്ക് എന്ത് സംസാരിക്കുമ്പോഴും ശ്രദ്ധിച്ച് ആലോചിച്ച ശേഷം മാത്രമേ പറയാവൂ. എടുത്തടിച്ചൊന്നും പറയരുത്. വളരെ ശ്രദ്ധിക്കണം. വാക്കുകൊണ്ടാണ്, അടി കൊണ്ടാൽ മാറും, വാക്കുകൊണ്ടടിച്ചാൽ മാറില്ല. അത് ഓർമ്മ എപ്പോഴും വേണം. ഇനി അടുത്ത രാശിക്കാരാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് വ്യാഴമൊക്കെ അനുകൂലമാണ്, സന്തോഷമാണ്, ഒക്കെയാണ്. പക്ഷേ അവർക്ക് ആത്മബലം ഉണ്ടാവില്ല. അവർക്ക് തലവേദന, അങ്ങനെ എല്ലുകൾക്ക് വേദന, വീഴ്ച, മുറിവ്, ഒടിവ് ഒന്നും വരാതെ സൂക്ഷിക്കുക. തെറ്റി വീഴാൻ ബാത്റൂമിലൊക്കെ ഒക്കെ ശ്രദ്ധിക്കുക. എണ്ണ വീണിട്ട് നോക്കുക. തെറ്റി വീഴാൻ ശ്രദ്ധിക്കുക. തെറ്റി വീഴാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. വീഴാൻ എല്ലൊടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും അവരുടെ പേരിൽ ധാര, ശംഖാഭിഷേകം, ധാര, കൂവളത്തിൽ അർച്ചന ചെയ്യുക. കൂവളത്തിൽ അർച്ചനയൊക്കെ ചെയ്യാം. നമശിവായ പ്രപഞ്ചത്തേക്ക് നോക്കി നിന്ന് ഒരു 21 പ്രാവശ്യമെങ്കിലും നമശിവായ ചൊല്ലുക. രാവിലെ വൈകുന്നേരം ഓം നമോ നാരായണ ജപിക്കുക. ഇതൊക്കെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു 90% വരെ വ്യത്യാസം വരും. വാഹനത്തിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടിരിക്കുക. വാഹനത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക വളരെയധികം. അതുപോലെ വിളക്ക് എത്തിക്കുന്ന സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കും. ദീപാവലിയാണ്, തീ പിടിക്കാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. 1 or 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. കാരണം പൊള്ളൽ വരാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. അടുത്ത രാശിക്കാരാണ്. അപ്പോൾ ഈ തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം, ആദ്യപാദം. ഇനി അടുത്ത രാശിയാണ് വിശാഖം അവസാനം, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 12ലാണ് ആദിത്യൻ. ഉറക്കൊക്കെ ഉണ്ടാവും, ഉറക്കക്കുറയും. ആവശ്യമില്ലാത്ത ചിന്തകൾ, വ്യാഴമൊക്കെ അനുകൂലമാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് അവർക്ക് ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് പഴി കേൾക്കാനും സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇവർ വളരെയധികം ജാഗ്രതയോടിരിക്കുക. മഹാദേവന് ധാര, ശംഖാഭിഷേകം ഇതൊക്കെ ചെയ്താൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. അടുത്ത രാശിയാണ് ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അതായത് മൂലം, പൂരാടം, ഉത്രാടം, ആദിവാരം. ഇവർക്ക് 11ലാണ് ആദ്യം വരുന്നത്, നീചത്തിലാണ്. അപ്പോൾ വരാനുള്ള വരുമാനങ്ങൾ, ലോൺ പാസ്സാവുക, ഇതൊക്കെ തടസ്സമായിരിക്കും. വ്യാഴം അനുകൂലമല്ല. വ്യാഴമാണെങ്കിൽ അട്ടമത്തിൽ പോയി പിന്നെ വരുമാന സമയം ബ്ലോക്കാവാം. നമുക്ക് ലോൺ കിട്ടുക, ഗവൺമെൻറ് സർവീസ് കിട്ടുന്ന എല്ലാത്തിനും ബ്ലോക്കായിരിക്കും. ഇവർ ചെയ്യേണ്ടതാണ്, വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ധനുരാശിക്കാർക്ക്. അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ഭഗവാനെ തൊഴുക. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ, അതേപോലെ അമ്പലപ്പുഴ, ആറന്മുള, പത്മനാഭസ്വാമി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിൽ പോയി മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. വളരെ നന്നായിരിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കണം. അതേപോലെ നമശിവായ ശിവൻ മഹാദേവനെ പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ ധാര, അഭിഷേകം, കൂവളത്തിലർച്ചന, പാൽപ്പായസം, മാസത്തിലൊരിക്കൽ പാൽപ്പായസം, ഇതൊക്കെ കഴിച്ചാൽ അവർക്കുള്ള കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനം ഉണ്ടാവുന്നതാണ്. അടുത്ത രാശിയായിരുന്നു മകരം രാശി. ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രാടം അവസാന പാദം, തിരുവോണം, അവിട്ടം, ആദ്യപാദം. ഇവരെ സംബന്ധിച്ചൊരു കർമ്മത്തിലെ പ്രശ്നങ്ങൾ വരാം, ജോലിയിൽ പ്രശ്നങ്ങൾ വരാം. കർമ്മത്തിലാണ് വന്നിരിക്കുന്നത്, ജോലിയിൽ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തുകയോ, മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയാർച്ചന, 2 കദളിപ്പഴം നേദിക്കുക. ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയാർച്ചന, 2 കദളിപ്പഴം നേദിക്കുക. ജോലിയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട്. ഏത് തരത്തിൽ ജോലിയായാലും വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വ്യാഴം അനുകൂലമാണ്, പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആത്മബലം പോലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റുവരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടറൊക്കെ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർക്കും സമാധാനം ഉണ്ടാകും. അടുത്തതാണ് കുംഭരാശികൾ. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട അവസാനം, ചതയം, പുരുട്ടാതി, ആദ്യഭാഗം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് 9ാം ഭാവത്താണ് ആദ്യത്തെ ഭാഗ്യദോഷം. അച്ഛന്, പിതാവിനോട് ബന്ധപ്പെട്ട ആളുകൾക്കോ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ വരാം. അത് കാരണം പിതാവിൻ്റെ പേരിൽ ശനിയാഴ്ച തോറും ധാര, പിൻവിളക്ക്, കൂവളത്തിലർച്ച നടത്തുക. വ്യാഴം അനുകൂലത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യണം? ശ്രീകൃഷ്ണ ഭഗവാനെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകൾ തോറും രാവിലെ പോയി ഭഗവാനെ തൊഴുത്, ഭഗവാനെ നാമം ജപിച്ച്, തുളസിയില സമർപ്പിച്ച്, നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർമ്മങ്ങളിൽ ഭാഗ്യത്തിന് ദോഷം വരാതിരിക്കാനായിട്ട് മഹാദേവന് 2 കദളിപ്പഴം എല്ലാ ശനിയാഴ്ചയും നേദിച്ചാൽ നന്നായിരിക്കും. പക്കപ്പിറന്നാളിന് മഹാദേവനും മഹാവിഷ്ണുവിനും പാൽപ്പായസം നടത്തുക. ഈ വക കാര്യങ്ങൾ ചെയ്താൽ
കുംഭൻ രാശിക്കാർക്ക് സമാധാനം ഉണ്ടായിരിക്കും. അടുത്ത രാശിയായിരിക്കും മീനൻ രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് മീനൻ അഷ്ടമത്തിലാണ് ആദ്യത്തിൽ വരുന്നത്. ആത്മബലം ഒട്ടും ഉണ്ടാവില്ല. അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വ്യാഴം അനുകൂലമാണെങ്കിലും അപകടങ്ങൾ സാധ്യത. അതുകൊണ്ട് മഹാദേവന് ഒന്നാമത് ഏഴശനിയാണ് അവർക്ക്. മഹാദേവന് പിൻവിളക്ക്, പ്രത്യേകിച്ച് പുഷ്പാഞ്ജലി കഴിക്കുക, നമശിവായ ജപിക്കുക, നമശിവായ ധാരാളം ജപിക്കുക, പ്രപഞ്ചത്തിന് നമശിവായ ചെല്ലുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മീനൻ രാശിക്കാരുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കും. ഇത്രയൊക്കെയാണ് തുലാം മാസത്തിൽ ഓരോ രാശിക്കാർക്ക് വന്നിരിക്കുന്ന ഫലങ്ങളെപ്പറ്റി പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി.